പൊതുകിണറുകളുടെ നവീകരണം തുടങ്ങി. കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി ആദ്യഘട്ടത്തിൽ പഞ്ചായത്തിലെ 18 പൊതുകിണറുകളാണ് നവീകരിക്കുന്നത്. വിളയൂർ പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമ പരിഹാരത്തിനായുള്ള പൊതുകിണറുകളുടെ നവീകരണം തുടങ്ങി. ആദ്യഘട്ടത്തിൽ പഞ്ചായത്തിലെ 18 പൊതുകിണറുകളാണ് നവീകരിക്കുന്നത്. 15 ലക്ഷം രൂപ ചിലവഴിച്ചാണ് നവീകരണ പ്രവൃത്തികൾ നടപ്പാക്കുന്നത്. വർഷങ്ങളായി നവീകരിക്കാതെ കിടക്കുന്ന കിണറുകൾ മണ്ണെടുത്തും ആഴം കൂട്ടിയും നവീകരിക്കുന്നുണ്ട്. 4ാം വാർഡിൽ ഉൾപ്പെടുന്ന കണ്ടേങ്കാവിലെ പൊതുകിണറിന്റെ നവീകരണ പ്രവൃത്തിയാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. തൂതപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന വിളയൂർ പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായാണ് വേനൽക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി പഞ്ചായത്ത് പൊതുകിണറുകളുടെ നവീകരണം പ്രഖ്യാപിച്ചത്. ഇപ്പോൾ നവീകരണ പ്രവൃത്തികളും തുടങ്ങി. വേനൽക്കാലത്ത് മാത്രമല്ല വർഷക്കാലത്തും ആവശ്യമുള്ളവർക്ക് കുടിവെള്ളത്തിനായി പൊതുകിണറുകൾ ഉപയോഗപ്രദമാക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് പ്രവൃത്തികൾ നടത്തുന്നത്. 1 മാസത്തിനകം 18 കിണറുകളുടെയും നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് നീലടി സുധാകരൻ പറഞ്ഞു. പൊതുകിണറുകളെ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ട് 18 കിണറുകളാണ് നമ്മളതിന് തിരഞ്ഞെടുത്തത്. അതിൽ 15 ലക്ഷം രൂപ നമ്മൾ വെച്ചിട്ടുണ്ട്. വളരെ അടിയന്തരമായി ചെയ്യേണ്ടുന്ന ഏറ്റവും പെട്ടെന്ന് ചെയ്തു തീർക്കാവുന്ന അതുപോലെ തന്നെ നല്ല ജലസ്രോതസ്സുകളുള്ള കിണറുകൾ നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യഘട്ടം തീരുമാനിച്ചത്. അതിനുള്ള തുക വകയിരുത്തിയിട്ടുണ്ട്. അത് വളരെ അടിയന്തരമായിട്ട് തന്നെ പൂർത്തീകരിക്കുകയാണ്. വളരെ നല്ല ആളുകളുടെ താല്പര്യപ്രകാരം ഈ വിഷയം പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ച് തരണം, ഞങ്ങളുടെ കിണർ വളരെ വൃത്തിയാക്കി തരണം, പെട്ടെന്ന് ചെയ്തു തരണം എന്ന് ആവശ്യപ്പെട്ട കിണറുകളൊക്കെ വളരെ അടിയന്തരമായിട്ട് പണി തുടക്കം കുറിച്ചിട്ടുണ്ട്. വിളയൂർ പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പൊതുവെ കുറച്ച് രൂക്ഷമായ ഒരവസ്ഥയിലാണ്. നമുക്കറിയാം. അതുകൊണ്ടാണ് കഴിഞ്ഞ പദ്ധതികൾ റിവിഷൻ ചെയ്യുന്ന സമയത്ത് വളരെ അടിയന്തരമായി നമ്മളെ പഞ്ചായത്തിലെ പൊതു കിണറുകൾ റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ച് അത് പ്രകാരം ടെൻഡർ ചെയ്ത് അതിൻ്റെ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. നല്ല ജലസ്രോതസ്സുകളുള്ള കിണറുകളാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ തന്നെ പെട്ടെന്ന് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം മുടങ്ങിക്കിടക്കുന്ന പല ചെറുകിട കുടിവെള്ള പദ്ധതികളുടെ പുനരുജ്ജീവനവും ലക്ഷ്യമിടുന്നുണ്ട്. വേനൽക്കാലത്തെ കുടിവെള്ളക്ഷാമ പരിഹാരം തന്നെയാണ് ഇതിലൂടെയും ലക്ഷ്യമിടുന്നത്. നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.